മിൽക്ക് ഷേക്ക് സിമ്പിളായിട്ട് വേണ്ടപ്പെട്ട സാധനങ്ങൾ മാത്രം കൂട്ടിയിട്ട് എങ്ങനെ ഉണ്ടാക്കുക എന്ന് കാണാം. ഞാനിവിടെ ആദ്യം ഉണ്ടാക്കാൻ പോണത് ഷാർജ മിൽക്ക് ഷേക്കാണ്. ഞാനിവിടെ അതിന് വേണ്ടി 2 പഴം എടുത്തിട്ടുണ്ട്. ഇത് ഉണ്ടാക്കാൻ ഞാനിപ്പൂവനോ പൂവമ്പഴമോ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. മസൂരി പഴമൊന്നും എടുക്കാൻ പാടില്ല. ഇനി പഴത്തിനെ തോല് കളഞ്ഞ് ജാറിലേക്കൊന്ന് മുറിച്ചിട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് വേണ്ടി 2 ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 5 രൂപയുടെ ഒരു പാക്കറ്റ് ബൂസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 ലിറ്ററിൻ്റെ പകുതി കട്ട പാല് ഇട്ട് കൊടുക്കാം. ഇത് നമ്മുടെ വീട്ടിലത്തെ പാലാണെങ്കിൽ തിളപ്പിച്ച് ആറി ഫ്രിഡ്ജിൽ വെച്ച് കട്ടയാക്കി എടുക്കണം. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പാക്കറ്റ് പാലാണെങ്കിൽ കട്ടയ്ക്ക് അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്കിത് മിക്സിയിൽ വെച്ച് നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി നമുക്കിത് നമ്മുടെ ഗ്ലാസ്സിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. നല്ല കട്ടിയുള്ള ഷാർജ ഷേക്ക് റെഡിയായി. ഇനി നമുക്ക് എല്ലാവരുടെ വീട്ടിലുണ്ടാവുന്ന ഈത്തപ്പഴ ഷേക്ക് ഉണ്ടാക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 1/4 കപ്പ് ഈത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത്. അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞെടുക്കാൻ. ഇതിപ്പോൾ എല്ലാത്തിൻ്റെ കുരുവും അതിൻ്റെ നെട്ടിയും കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈത്തപ്പഴം ഒന്ന് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു പഴമും അരിഞ്ഞിട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്തിനാ കുറച്ചിട്ട് കൊടുക്കണമെന്ന് വെച്ചാൽ പഴത്തിലും ഈത്തപ്പഴത്തിലും മധുരമുള്ളതല്ലേ, അതുകൊണ്ടാണ്. ഇനി നമുക്കിതിൽ നല്ല തണുത്ത പാൽ ഒഴിച്ചു കൊടുക്കാം. ഇത് 1/2 ലിറ്ററിൻ്റെ പകുതി പാലാണ്. നല്ല ഐസ് കട്ടിയുള്ള പാലാണെങ്കിൽ അതിട്ട് കൊടുത്താൽ മതി. ഇത് ഐസ് കട്ടിയില്ലാത്തതുകൊണ്ട് ഞാനിതിൽ 2 കട്ട ഐസും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് നന്നായിട്ട് മിക്സിയിൽ വെച്ച് അടിച്ച് അരച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ ഈത്തപ്പഴം മിൽക്ക് ഷേക്കും ആയിട്ടുണ്ട്. നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടത് നല്ല കട്ടിയുള്ള ഷേക്കാണ്. ഇനി നമുക്ക് ആപ്പിൾ മിൽക്ക് എങ്ങനെ ഉണ്ടാക്കുകയെന്ന് നോക്കാം. അതിന് വേണ്ടി ഞാനിവിടെ 1 ആപ്പിൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ തോലൊക്കെ ചെത്തി ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. നമ്മൾ മുറിച്ച് വെച്ച ആപ്പിളിന് ഒരു ജാറിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിലേക്ക് തന്നെ 1 സ്ക്യൂബ് ഐസ്ക്രീമും കൂടി ഇട്ട് കൊടുക്കാം. പാലക്കാടൻ ചൂടിലേ നമ്മുടെ ഐസ്ക്രീമൊക്കെ അലിഞ്ഞു പോയിട്ടോ മക്കളെ. അതിൻ്റെ കൂടെ നമുക്ക് നല്ല തണുത്ത പാല് 1/2 ലിറ്ററിൻ്റെ പകുതി ഒഴിച്ചു കൊടുക്കാം. തണുപ്പ് കുറഞ്ഞ കാരണം കൊണ്ട് നമുക്ക് 2-3 കഷ്ണം ഐസും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് അടിച്ച് അരച്ചെടുക്കാം. ഇനി നമുക്കതും ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അനാർ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാം. ഞാൻ അതിന് വേണ്ടി 1 അനാറാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് മുറിച്ച് അതിൻ്റെ ഉള്ളിലുള്ള മണി പോലത്തതൊക്കെ എടുക്കാം. ഇതിന് പല പേരുണ്ട്. ചിലയിടത്ത് അനാറ് പറയും, ചിലയിടത്ത് ഉറുമ്പാമ്പഴം പറയും, ചിലയിടത്ത് മാതുഴമ്പഴം എന്ന് പറയും. ഞങ്ങളെ ഇവിടെയൊക്കെ പറയണത് ഉറുമ്പാമ്പഴം എന്നാണ് പറയുക. അങ്ങനെ നമ്മുടെ ഉറുമ്പാമ്പഴത്തിൻ്റെ എല്ലാ മണിയും എടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട് കാണാനല്ലേ. ഇതും കൂടി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലൊരു നുള്ളി ഏലക്ക പൊടി ഇട്ട് കൊടുക്കാം, ഒരു മണത്തിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതിൽ 2 ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ വെച്ചതിൻ്റെ 1 പാക്കറ്റിൻ്റെ പാതി പാലും കൂടി ഇതിൽ ഒഴിച്ചു കൊടുക്കാം.
ഇതിന് കട്ട പാലാണ് ഒഴിക്കേണ്ടത് കേട്ടോ മക്കളെ. അത് കിട്ടി അത് തന്നെ ഒഴിച്ചു കൊടുക്കണം. ഇവിടെ കട്ട പാല് വാങ്ങി വെച്ചിരുന്നത് വെള്ളപ്പാലായതാണ്. ഇത് നമുക്ക് മിക്സിയിൽ വെച്ച് നന്നായിട്ട് അരച്ച് അടിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതും ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഉറുമ്പാമ്പഴം മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ 4 തരം മിൽക്ക് ഷേക്കുകൾ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഈ നോമ്പ് കാലത്ത്. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ.